ഫ്ലവേഴ്സ് അക്കാഡമിയിലെ മീഡിയ സ്റ്റുഡൻസ് ഇവിടെ ഒരു സ്റ്റഡി ടൂറിന് വന്നിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ? ദ ലാർജസ്റ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഇൻ ദ വേൾഡ്. തെലുങ്ക് സിനിമയിലെ അതികായനായ റാമോജി റാവു എന്ന മഹാപ്രതിഭയുടെ മനസ്സിൽ പിറന്ന ആശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കേന്ദ്രമായ റാമോജി ഫിലിം സിറ്റി. ഏക്കറിൽ പരന്നു കിടക്കുന്ന റാമോജി ഫിലിം സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ്സിലും ഇടം നേടി. സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പുറമെ നിരവധി ബോളിവുഡ് ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫിലിം സിറ്റിയായ റാമോജി ഫിലിം സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ റാമോജി ഫിലിം സിറ്റിയുടെ അകത്താണുള്ളത്. ഇനി ഇവിടുത്തെ ഓരോരോ കാഴ്ചകളായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ്. എന്ത് പേരിട്ട് വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും ഇതിനകത്ത് കയറിയിരുന്നു. ഞാനും പോട്ടെ, എന്നിട്ട് നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഫ്ലവേഴ്സ് അക്കാഡമി സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഡേ, റാമോജി ഫിലിം സിറ്റിയിലെ ഫസ്റ്റ് ഡേ ഞങ്ങളിവിടെ തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ത്രിൽഡാണ്. നമുക്കിവിടെ കുറച്ച് പേരെടുത്ത് ചോദിച്ചു നോക്കാം. ഹായ് അനുഷ ഇങ്ങനെ ഓടിച്ചാടി ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് റാമോജി ഫിലിം സിറ്റിക്കകത്ത് കയറിയപ്പോൾ എന്താ തോന്നിയത്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആകെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഓരോ മൂവിയിലും കണ്ട അതേ ഫ്രെയിംസാണ് ഇവിടെ ഫുൾ കാണുന്നത്. റിയലി എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ റോസ്. റിജോ, നമ്മൾ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റാമോജി ഫിലിം സിറ്റിക്കകത്ത് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് റാമോജിയിൽ വരുന്നത്. റിജോ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മൾ ഒരുപാട് ഇന്ത്യൻ സിനിമയിൽ സെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ആദ്യമായിട്ട് രാമോജിയിൽ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ചെറിയ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് കാണാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. മൂവീസിലൊക്കെ കണ്ട കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റി. വി ആർ വെരി എക്സൈറ്റഡ്.
നമ്മൾ നിൽക്കുന്നത് ക്രിപാലു കേവ് എന്ന് പറയുന്ന റാമോജി ഫിലിം സിറ്റിക്കകത്തുള്ള ഒരു കേവിലാണ്. നമ്മളൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ഇതേ പതുക്കെ ഇങ്ങനെ നടന്ന് കയറാൻ പോവുകയാണ്. ഇവിടെ ഇല്യൂഷൻ ടൈപ്പ് ആർട്ടിസ്റ്റ് ഫോംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഒഫീഷ്യൽസ് പറയുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ ടു ജൂലൈ ആ ടൈമിലൊക്കെ കാർണിവലിൻ്റെ ടൈമാണ്, സമ്മർ കാർണിവൽ ടൈം. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇപ്പം നമുക്ക് ആ ഗുഹയുടെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഗുഹാക്ഷേത്രങ്ങളുടെ പൗരാണിക സൗന്ദര്യം ആവാഹിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് കൃപാലു കേവ്. കൃത്രിമ ഗുഹയാണെങ്കിലും ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നേപ്പാളിലോ ടിബറ്റിലോ ഉള്ള ബുദ്ധ ഗുഹാക്ഷേത്രത്തിലെത്തിയ അനുഭവമാണ് കൃപാലു കേവ് സമ്മാനിക്കുന്നത്. കൃത്യമായി വിഭാവനം ചെയ്യപ്പെട്ട ശബ്ദപ്രകാശ വിന്യാസത്തിലൂടെ അഭൗമമായ ഒരു അനുഭൂതിയാണ് സന്ദർശകർക്ക് ലഭിക്കുന്നത്. ഇടയ്ക്ക് ഭയം ജനിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻസും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടുത്തെ ലൈറ്റ്സും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും. ഫ്ലവേഴ്സ് അക്കാഡമി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, നിങ്ങൾ ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ഗുഹയുടെ ഉള്ളിൽ എത്തി എന്നൊക്കെ തോന്നില്ലേ? തീർച്ചയായിട്ടും. ഒരു ചൈനയിലോ അല്ലെങ്കിൽ നേപ്പാളൊക്കെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ടിബറ്റൻ മൊണാസ്ട്രി ഒരു ഫീലാണ്. നമ്മൾ യോധ സിനിമയിലെ കണ്ട പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ അത് കയറി നമുക്കുണ്ടായത്. ഇനിയും കുറേ കാണാനുണ്ട്, കുറേ ഫ്രണ്ടിലേക്ക് ഇനിയും പോകാനുണ്ടല്ലേ. അപ്പോൾ ഇത്രയും കണ്ടതിൽ വെച്ച് നിങ്ങൾ എന്താണ് പെട്ടെന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ ഇവിടെ മൊത്തമായിട്ട് ഫുള്ള് എല്ലാവരുടെയും പെയിൻറ്റിങ്സ് അല്ല, ഒരു ഫുള്ള് ശില്പങ്ങളാണ് ബുദ്ധൻ്റെ. അതുപോലെ തന്നെയാണ് അത് പലതരം ലൈറ്റ്സിൽ നമ്മളൊരു ശരിക്കൊരു പറഞ്ഞ പോലെ ഒരു ടിബറ്റൻ ഒരു മോണസ്ട്രി പോണ പോലെ ഒരു ഫീൽ. അതാണ് ഈ സൗണ്ട്സ് ഒക്കെയോ പല ടൈമിലും പല സ്ഥലത്ത് എൻട്രി ചെയ്യുമ്പോഴും നമ്മൾ പല ടൈമിലുള്ള സൗണ്ട്സ് അല്ലേ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണോ അതോ വേറെ എന്തെങ്കിലും? ടൈപ്പ് ഉണ്ടായിരുന്നു. ഒരു നടന്ന് ഓരോ ടൈപ്പ് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലരുടെയും പല പിക്ചേഴ്സിൻ്റെയും അതുപോലെ പല നമ്മുടെ ശില്പങ്ങളുടെയും അടുത്തൊക്കെ ഒരുപാട് സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ കേവിനകത്തേക്ക് കയറുമ്പോൾ പറഞ്ഞ ആ ഒരു ഇല്യൂഷൻ, ഒരു വെർച്വൽ ഡാൻസ് ഫോം നമ്മളിപ്പോൾ ഇവിടുത്തെ വാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണിപ്പോൾ. ഒരു ഫ്ലൈറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് എവിടെയും പോകുന്നില്ല. ഇത് റാമോജിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. റാമോജിയിൽ വന്നു കഴിഞ്ഞാൽ അത് റിയൽ ആണോ അതോ വെർച്വൽ ആണോ ഒന്നും മനസ്സിലാവില്ല. ഞാനിങ്ങനെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, നായകന്മാരൊക്കെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോൾ എങ്ങനെയാണ് ഇവരിത് ഷൂട്ട് ചെയ്യുന്നത്, സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉണ്ടാവില്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ റാമോജിയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃകയിലാണ് റാമോജിയിലെ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എയർപോർട്ട് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇതിനൊരു മറുവശമുണ്ട്. ആ വശത്ത് ഹോസ്പിറ്റലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് പേർപ്പസിനാണെങ്കിൽ എയർപോർട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹോസ്പിറ്റലും യൂസ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവാണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസും നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാതെ എത്ര പെട്ടെന്ന് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒഫീഷ്യൽസ് ഇങ്ങനെയൊരു സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മറുവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഗുഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ എന്ന ഈ ഹോസ്പിറ്റൽ ശരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ പേഷ്യൻസോ അങ്ങനെ ഡോക്ടേഴ്സോ ആരുമില്ല, ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നതാണ്. ആംബുലൻസ് അതുപോലെ എമർജൻസി വെഹിക്കിൾസ് ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഡ്വഞ്ചർ ലാൻഡിലാണ്. നമ്മുടെ പണ്ടത്തെ സ്കേറി ഹൗസ് പോലത്തെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ കൊച്ചിയിലെ മോൾസിലൊക്കെ കണ്ടിട്ടില്ലേ, ആ അതേ സംഭവം തന്നെയാണ് ഇവിടെയുള്ളത്. ഞങ്ങളെല്ലാവരും ഇത് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എനിക്കത്ര പേടിയൊന്നും തോന്നില്ല. നിങ്ങൾക്കത് പേടിപ്പെടുത്തുന്നതാണോ ഇല്ലയോ എന്ന് നിങ്ങളിവിടെ വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കയറി ചെല്ലുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. കയറിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയപ്പോൾ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. കാരണം അവിടെ നിന്ന് വരുന്ന ലൈറ്റ്സും ചില സ്ഥലങ്ങളിൽ ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ളതും പിന്നെ ചില അസ്ഥികൂടങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുന്നിലേക്കൊരു നായ എന്നെ ചാടുന്ന ഇതായി. അത് കണ്ടപ്പോൾ അയാൾ പേടിച്ചു ആദ്യം. റാമോജി ഫിലിം സിറ്റിയിലെ ലണ്ടൻ സ്ട്രീറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്.
ലണ്ടനിലെ രാജവീഥികളെ അനുസ്മരിപ്പിക്കും വിധമാണ് റാമോജിയിലെ ലണ്ടൻ സ്ട്രീറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാഴ്ചയിലും നിർമ്മിതിയിലും യൂറോപ്പിലെ വീടുകളുടെ തനി പകർപ്പ് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുക. വീടുകൾക്ക് പുറമെ ഐസ്ക്രീം പാർലറുകളും കോഫി ഷോപ്പുകളുമെല്ലാം ഇവിടെയുണ്ട്. റാമോജി ഫിലിം സിറ്റിയുടെ വേറെ ഏത് പ്ലേസ് മറന്നുപോയാലും നിങ്ങൾ ഒരിക്കലും ഈ കാണുന്ന ഏരിയ മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് സിനിമയ്ക്കകത്തെ സിനിമയുടെ കഥ പറഞ്ഞ സൂപ്പർ ഹിറ്റ് മൂവി ഉദയനാണ് താരം ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതേ കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ പുള്ളിക്കാരൻ്റെ ഫാൻസിനൊക്കെ ടാറ്റ കാണിച്ചു കൊടുത്ത സ്ഥലമാണിത്. പിന്നെ സിനിമയിൽ പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നല്ലോ, അന്ന് പെയ്ത മഴയിൽ, അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്. ബസ് വന്നിറങ്ങുന്നു, പിന്നെ ശ്രീനിവാസനും കുറച്ച് കുട്ടികളും കയറി പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു. ആ സീനെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നര മണി കണ്ടിട്ട് പെട്ടെന്ന് പുറപ്പെടാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഇവിടെ ഇല്ല. പകരം ഫ്ലവേഴ്സ് അക്കാഡമിയിലെ കുറച്ച് സൂപ്പർ സ്റ്റാർസ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാവരും മുകളിൽ നിൽക്കുന്നുണ്ട്. ഹായ്. ഒരുപാട് സിനിമയിൽ ഈ സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദയനാണ് താരം എന്ന ഫിലിമിലെ ആ സീൻസാണ് നമ്മളെപ്പോഴും എത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. అల్లరి చూపుతో పొమ్మని అన్నినా నిన్ను నే విడిపోనులే. ഒരുപാട് കാഴ്ചകൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും ഉണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ് ഫ്ലവേഴ്സ് TV.